ഞാൻ കാതർലി വറ്റലൂർ കേരള പോൾട്രി ഫാം അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. കേരളത്തിലെ കോഴിഫാം കർഷക മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 4 ലക്ഷത്തോളം കേരളത്തിൽ കർഷക കുടുംബങ്ങൾ, 4 ലക്ഷത്തോളം ഫാമുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 14 ലക്ഷത്തോളം കുടുംബങ്ങൾ ഈ ഒരു മേഖല ഉപജീവന മാർഗമായി സ്വീകരിച്ചു പോവുകയാണ്. എന്നാൽ അടുത്ത കാലത്തായി കോഴിഫാം ഷെഡുകളെ അളന്ന് തിട്ടപ്പെടുത്തി വലിയ തോതിലുള്ള ആഡംബര നികുതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വൺ ടൈം ടാക്സ് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലേബർ സെസ് ഇനത്തിലും വലിയ തോതിലുള്ള നോട്ടീസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയാണ് കഴിഞ്ഞ 7-ാം തീയതിയിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള സമരങ്ങൾ നിങ്ങൾ നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കണ്ടുകൊണ്ട് ഈ കോഴിഫാം മേഖലയെ കാർഷിക വകുപ്പിന്റെ കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് മറ്റു കർഷകർക്ക് ലഭ്യമാക്കുന്ന ആനുകൂല്യങ്ങൾ ഈ കർഷകർക്കും ലഭ്യമാക്കണം എന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയിൽ ഈ ബിൽഡിംഗ് റൂൾസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 200ഓളം അമെന്റ്മെന്റുകൾ വരുത്തുകയുണ്ടായി. പക്ഷെ ആ മാറ്റങ്ങൾ വരുത്തിയതിൽ ഒന്നിൽ പോലും കോഴിഫാം കർഷകരെ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ കോഴിഫാം ഷെഡുകളെ ഉൾപ്പെടുത്തുകയോ അതിന്റെ ആഡംബര നികുതി ഒഴിവാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അപ്പൊ അതിനെതിരെയുള്ള ഒരു ശക്തമായ സമരങ്ങളുമായിട്ട് കേരള പോൾട്രി ഫാം അസോസിയേഷൻ KPFA മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ 14 ലക്ഷത്തോളം കുടുംബങ്ങൾ അതുമായി സഹകരിച്ച് എങ്ങനെയാണ് ഇതിനെതിരെ ഒരു ഇലക്ഷൻ ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള സമരങ്ങളുമായിട്ടും അതുപോലെ അടുത്ത ഘട്ടത്തിൽ UDF LDF കൺവീനർമാരെ കണ്ടുകൊണ്ട് തന്നെ അവരുടെ പ്രകടന പത്രികയിൽ ഇത് ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ തരത്തിലൊക്കെ LDFന്റെയും UDFന്റെയും നേതാക്കൾ നമ്മളുമായി സഹകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രം ഇനി ഈ അടുത്ത ഇലക്ഷനുകളിലൊക്കെ വോട്ട് ചെയ്താൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്കും ഒരു കർക്കശമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അസോസിയേഷൻ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളവരും അറിയിച്ചുകൊള്ളുന്നു.